വെള്ളീച്ചകൾ പറന്നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഊരൻ എന്ന് പറയുന്നത് ഒരു വെള്ളപ്പൊടി മുഖത്ത് പൗഡർ ഇടുന്ന പോലെ വളരെ സോഫ്റ്റ് ആയിട്ട് ഇതിനകത്തേക്ക് കയറിപ്പിട്ടിട്ട് ആ ചെടി മൊത്തം നശിക്കും. ആദ്യം ഒരു തട്ടയിലായിരിക്കും വരുന്നത്, അതിന്റെ പോളയുടെ ഉള്ളിലായിരിക്കും. വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമാണ് അത് കർഷകർക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് തന്നെ. അപ്പൊ ഈ ഊരൻ എന്ന് പറയുന്ന സാധനം പുറത്ത് ആരും ഉപദ്രവം ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടി അവർക്കും അവരുടേതായ സുരക്ഷിതത്വം ഉണ്ട്. അതുകൊണ്ട് അവർ പോളയ്ക്ക് അകത്ത് വരും, ഇതെല്ലാം കയറി വരും. അപ്പം അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി നോക്കണം. അപ്പൊ പിന്നെ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ ബേസിക് ആയിട്ട് കുമ്മായ പ്രയോഗം, ഫംഗിസൈഡ്, ഇതെല്ലാം ഇതിനുള്ള മുമ്പിലുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് അതേപടി ഫോളോ ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഒരു വീഡിയോ എന്നുള്ള 2-3 വീഡിയോ ഉണ്ടോ, അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളിപ്പോ പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഊരന് ഒരു മരുന്നടിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഊരനടിക്കുന്ന 1-2 സൈസ് മരുന്ന് ഞാൻ പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 200 ലിറ്റർ വെള്ളത്തിൽ ഊരന് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു തവണത്തെ മരുന്ന് അങ്ങ് പോട്ടെ. ഊരൻ ഉണ്ടെന്ന് തന്നെ സങ്കല്പിച്ചടിച്ചു. ഒരു അഡ്വാൻസ് ആയിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഊരൻ പ്രതീക്ഷിക്കാം. ഉണ്ടെന്ന് പ്രതീക്ഷിച്ചൊരു മരുന്നടിക്കുക. അതിനൊരു ഡോസ് ഞാൻ പറയാം. 200 ലിറ്റർ എന്താണെങ്കിലും ദോഷം വരുന്നില്ല. എന്നാലും ഒരു മരുന്നടിക്കണമല്ലോ. അപ്പൊ ഊരൻ വരാണ്ടിരിക്കട്ടെ. 200 ലിറ്ററിൽ 150 റോഗർ, 200 ലിറ്ററിൽ 50 ഗ്രാം ഇമാമത്തി മെൻസവേറ്റ്, 200 ലിറ്ററിൽ 50 ഗ്രാം തൈമത്തോക്സം, 500 മില്ലി ലിക്വിഡ് സൾഫർ. ഇത്ര സാധനം വെച്ച് കഴിഞ്ഞാൽ ഊരൻ റിമൂവ് ആയി പോയിക്കോളും.